നമസ്കാരം. മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം. 2026 മെയ് 6 ബുധനാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ശത്രുഭയമോ നിയമപരമായ തടസ്സങ്ങളോ നേരിടാൻ സാധ്യതയുള്ള ദിവസമാണിത്. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ദോഷഫലങ്ങൾ ഉണ്ടായേക്കാം. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണ്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ദിവസമാണിത്. വിഷജന്തുക്കളിൽ നിന്നോ ഇഴജന്തുക്കളിൽ നിന്നോ ദോഷങ്ങൾ ഉണ്ടാകാതെ ജാഗ്രത പാലിക്കുക. ശാരീരിക അസ്വസ്ഥതകളും മനഃശാന്തി കുറവും അനുഭവപ്പെടാൻ ഇടയുള്ളതിനാൽ അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം നിലനിൽക്കും. ദാമ്പത്യ ഐക്യവും ബന്ധുക്കളുടെ സഹകരണവും ഈ രാശിക്കാർക്ക് ഇന്ന് ലഭിക്കും. കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാനും നല്ല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും സാഹചര്യം ഒരുങ്ങും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. മാനസികമായ സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളും ഇല്ലാതാകുന്ന ആശ്വാസകരമായ ദിവസമാണിത്. മനസ്സമാധാനത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം വന്നുചേരും. കുടുംബസ്വത്തുക്കൾ അനുഭവയോഗ്യമാകാനും അതുവഴി സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും സാധ്യത കാണുന്നു. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. സംസാര വൈഭവം കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാനും പ്രീതിപ്പെടുത്താനും സാധിക്കുന്ന ദിവസമാണിത്. വാക്ചാതുര്യം മൂലം അപ്രതീക്ഷിത സഹായങ്ങൾ തേടിയെത്തും. വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും അത് ജീവിതത്തിൽ ഗുണകരമായി മാറാനും ഇന്ന് സാഹചര്യമുണ്ടാകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണം. അല്ലാത്ത പക്ഷം അപമാനങ്ങൾക്കോ പണനഷ്ടത്തിനോ ഇടയാകും. അമിതമായ ആഡംബര മോഹം വരുമാനത്തേക്കാൾ വലിയ ചെലവുകൾക്ക് കാരണമായേക്കാം. കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഭാഗ്യപരീക്ഷണങ്ങളിലും നറുക്കെടുപ്പുകളിലും അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടായേക്കാം. പഴയ ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നത് മനസ്സിന് സന്തോഷം നൽകും. തൊഴിൽ വിജയത്തോടൊപ്പം സ്ഥാനപ്രാപ്തിയും സുഖകരമായ ഉറക്കവും ഇന്ന് ലഭിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. എല്ലാ കാര്യങ്ങളിലും ചെറിയ തടസ്സങ്ങളോ മനഃശാന്തി കുറവോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ശത്രുദോഷം, കുടുംബകലഹം, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ക്ഷമയോടെ സാഹചര്യങ്ങളെ നേരിടുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ധനുരാശി മൂലം പുരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതോടൊപ്പം വിശേഷപ്പെട്ട പാരിതോഷികങ്ങൾ ലഭിക്കാനും യോഗമുള്ള ദിവസമാണിത്. വാഹനങ്ങൾ വഴി ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നിലവാരം പുലർത്താനും രുചികരമായ ഭക്ഷണം ആസ്വദിക്കാനും സാധിക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവം ഉണ്ടാകുമെങ്കിലും തിരികെ മോശമായ അനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. ശത്രുദോഷം, കുടുംബ കലഹം, നിയമപരമായ തടസ്സങ്ങൾ എന്നിവ അലട്ടാൻ ഇടയുള്ളതിനാൽ സംയമനം പാലിക്കുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. നല്ല സുഹൃത്തുക്കളെ ലഭിക്കാനും ബന്ധുക്കളിൽ നിന്ന് ഗുണകരമായ സഹായങ്ങൾ ഉണ്ടാകാനും സാധ്യതയുള്ള ദിവസമാണിത്. സാമ്പത്തിക പുരോഗതിയോടൊപ്പം സാമ്പത്തിക ഐക്യവും ഭക്ഷണ സുഖവും ലഭിക്കും. പ്രിയപ്പെട്ടവരുമായുള്ള ഒത്തുചേരൽ മനസ്സിന് സന്തോഷം നൽകും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും വർദ്ധിക്കുന്ന ശുഭദിനമാണിത്. രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും സാമ്പത്തികമായ ഉന്നതി കൈവരിക്കുകയും ചെയ്യും. ശത്രുദോഷങ്ങൾ അകലുകയും കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാനും സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.